ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ജനനായകൻ രാവണമവണ്ട the one and only അനിരുദ്ധ് രവിചന്ദർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സോങ് റിയാക്ഷൻസ് ചെയ്യാറില്ല പറഞ്ഞാൽ മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വളരെ റെയറാണ്. പിന്നെ സോങ് റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, ക്ലെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വള്ളി കയറി തലയിൽ വരും. അതുകൊണ്ട് തന്നെ ആ പരിപാടി നിർത്തി, ആ ചെയ്ത്തങ്ങട് നിർത്തിയതാണ്. പിന്നെ ഈ സോങ് റിയാക്ഷനോ അല്ലെങ്കിൽ ഒപ്പീനിയൻ ഒന്നും ചെയ്യാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സാധനം വന്ന ഉടനെ തന്നെ കേട്ടപ്പോ എന്താണ് അവസ്ഥ? നിങ്ങൾ പറ, കേട്ടപ്പോ എന്താണ് അവസ്ഥ? ആ പാട്ട് തുടങ്ങിയപ്പോ തന്നെ രോമക്കുട്ടന്മാര് ഒരു എണീച്ചു. ആദ്യം എണീച്ചു നിന്നു. അത് കഴിഞ്ഞിട്ട് പാട്ട് ഇങ്ങനെ മുമ്പോട്ട് പോണതിനനുസരിച്ചിട്ട് രോമം എണീച്ചു നിന്നിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നൊന്നുമല്ല, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഫീലിങ്സ് തോന്നിയത്. അജാതി രോമാഞ്ചായിട്ട് കിട്ടിലം പാട്ട് പറഞ്ഞ കിട്ടിലം പാട്ട്. ആദ്യം എന്താ പറയാ, ഫോണിൽ തന്നെയാണ് കേട്ടത്. ഫോണിൽ തന്നെ ഒന്ന് രണ്ട് തവണ കേട്ടു, ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് കേട്ടു. അതിനുശേഷം കാറിൽ ഇട്ടിട്ടൊന്ന് നല്ല വോളിയത്തിൽ വെച്ചിട്ടൊന്ന് കേട്ടു. പിന്നെ വീട്ടില് കയറിയപ്പോ തന്നെ മറ്റേ സ്പീക്കറിലൊക്കെ വെച്ചിട്ടൊന്ന് കേട്ടു. ഇതിങ്ങനെ കിടന്ന് തിരികെയാണ് തലയില്, ഒരു ലൂപ്പ് പോലെ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കേൾക്കണ ഒരു അവസ്ഥ. ഞാൻ മാത്രമായിരിക്കില്ല, ഒട്ടുമിക്ക ആൾക്കാർ ഇത് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കേക്ക് മാത്രമല്ല, വിഷ്വലി ആണെങ്കിലും അത് ആൾക്കാർ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. അത് ആ വ്യൂവർഷിപ്പിൽ തന്നെ കാണുന്നുണ്ട് ആ പാട്ടിന്റെ. കാരണം ആൾക്കാർ ഇരുന്ന് റിപ്പീറ്റ് അടിച്ച് കാണുന്നത് എന്തോ വ്യൂ പോകുന്നു, എന്തൊരു വ്യൂ, പോവാണ്. ലൈക്ക് ആണെങ്കിലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക, ഫാസ്റ്റസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത്. അങ്ങനെയാണ് കിട്ടിലൻ സാധനം, കിട്ടിലൻ സോങ് എന്ന് പറഞ്ഞാൽ കിട്ടിലൻ സോങ്. അന്നേ ലിറിക്സ് ആണെങ്കിലും പവർ സാധനം കേട്ടോ. ലിറിക്സ് ലിറിക്സ് ആരാണ്? ലിറിക്സ് വിവേക് എന്ന് പറഞ്ഞൊരു ചങ്ങാതിയാണ്. പിന്നെ ആകെ ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കിത് കേട്ടിട്ട് അങ്ങോട്ട് മതിയാവില്ല, കുറച്ചും കൂടി അങ്ങോട്ട് ലെങ്തി ആക്കായിരുന്നു. ഇതാകെ 1 മിനിറ്റും 53 സെക്കൻഡേ ഉള്ളൂ. കുറച്ചും കൂടി ഒന്ന് കേൾപ്പിക്കായിരുന്നു അനി മിസ്റ്റർ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് എനിക്ക് മാത്രം തോന്നിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പാട്ട് കേട്ട എല്ലാ ആളുകൾക്കും ഇത് പോരാ, കുറച്ചും കൂടിയും പെട്ടയ്ക്ക് അനി എന്നുള്ളൊരു മൂഡായിരിക്കും, ഫീൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അജാതി പവർ ഐറ്റം. ഇപ്പൊ തന്നെ നോക്കട്ടെ, പാട്ടിറങ്ങിയിട്ട് 3 മണിക്കൂറായി. 3 മണിക്കൂറിൽ തന്നെ 1.2 മില്യൺ ആണ് ഇതിൽ കാണിക്കുന്നത്. 275K ലൈക്കാണ് കാണിക്കുന്നത്. പക്ഷെ ഇതിൽ കാണിക്കുന്ന ഒന്നും അപ്ഡേറ്റ് ആവാത്തതാണ്. വേറെ ലെവലിലേക്ക് ഇതിന്റെ വ്യൂവർഷിപ്പ് പോയിട്ടുണ്ട്. ഏതായാലും കലക്കട്ടെ, പടവും കലക്കട്ടെ. നാളെ ട്രെയിലർ വരികയാണ്. വിഷമമുണ്ട്, നമ്മൾ സൂര്യ ഫാനാണ്, പക്ഷെ ഫാനിസം പരിപാടിയൊക്കെ അതൊക്കെ മാറ്റി വെക്കാം. നമുക്ക് വിജയിനെ ആക്ച്വലി ഇഷ്ടമാണ്. പുള്ളിയുടെ ലാസ്റ്റ് പടമാണത് എന്ന് പറയുന്ന സമയത്ത് ഒരു ആസ് എ പ്രേക്ഷകൻ വല്ലാത്തൊരു വിഷമമുണ്ട്. ഏതായാലും ട്രെയിലർ വരട്ടെ. ഇപ്പൊ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെവി ബുക്കിംഗ് ഒന്നും അല്ല കാണിക്കുന്നത്. പക്ഷെ പടം ഇറങ്ങാൻ ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ട്. ട്രെയിലർ കൂടി വരുന്ന സമയത്ത് കുറച്ചുകൂടി പവറിൽ ബുക്കിംഗ് ആവും. അത് നമുക്കറിയാം. വിജയ് പടമാണ്, അത് പൊളിക്കും. അപ്പൊ ഏതായാലും വരട്ടെ. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. ആസ് എ പ്രേക്ഷകൻ ഇപ്പോ ഈ ഒരു പടത്തെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു ആവറേജിൽ ഒതുങ്ങി പോരുതെന്നുണ്ട്. ഇത് അത്യാവശ്യം ഗംഭീര പടമാണെന്ന് ഭൂരിഭാഗം വരുന്ന ആൾക്കാർ പറയുന്ന സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ ഒരു എല്ലാ രീതിയിലും ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആവണം എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ആസ് എ പ്രേക്ഷകൻ ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ലാസ്റ്റ് പടം എന്നൊക്കെ പറയുമ്പോൾ വിജയ്ക്ക് ലൈക്ക് ഒരു വലിയൊരു വിജയമായ ഒരു സിനിമയിൽ അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ സംഭവിക്കട്ടെ. ഞാൻ ആഗ്രഹിച്ചത് ലിയോ പോലൊരു പടം ഒക്കെയാണ്. ഞാൻ ഇതിനെ താഴ്ത്തി പറയുകയല്ല, ബട്ട് ലിയോയില് അഭിനയ പ്രാധാന്യമുള്ള സാധനമൊക്കെയാണല്ലോ അത്. ഫസ്റ്റ് പാർത്ഥിവന്റെ ക്യാരക്ടർ പുള്ളി ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അത് വിജയ് ആണെങ്കിലും ഇതിനു മുമ്പ് കാണാത്ത കൈൻഡ് ഓഫ് പരിപാടിയൊക്കെയാണ് മൂപ്പര് പിടിച്ചിരിക്കുന്നത്. മൂപ്പര് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ളൊരു ലെവല് സ്ഥാനത്തിൽ വന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. സാരമില്ല, ഇത് ഗംഭീരാവട്ടെ. ഇതിന് ശേഷം ഒരു പടം കൂടി പുള്ളി ചെയ്യുകയാണെങ്കിൽ അത്രയും സന്തോഷം.
ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. പുള്ളി ഇനിയും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ബാക്കിയൊക്കെ പുള്ളിയുടെ കാര്യം. അപ്പൊ ഏതായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ലിറിക്സ് ഒരു ചങ്ങാതി കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പാടി നോക്കട്ടെ. ഓക്കെ. രാവണമാവണ്ട, ഓത്തയിൽ നിക്കിറയവണ്ട, അത്തന ബിംബവുമാവണ്ട, ഉലകാണ്ടവണ്ട, വാ വന്ന് തൊടുട, കുത്തിറ രത്തവും വരുണ്ട, കുത്തിറ കൊമ്പനയവണ്ട, ஒளி போன்றவன்டா செறிஞ்சுதா நடக்குறா நரம்பெல்லாம் முறுக்கலா யாரோ உனக்குதா தலைவிதி அடிச்சதும் கிறுக்கலா மாறும் രാവണ മവണ്ട മവണ്ട മവണ്ട. പോളീസാണ് മോനെ, പോളീസാണ്. ഞാൻ പാടിയത് നോക്കണ്ട. നമ്മളൊരു ആക്രാന്തത്തിന്റെ പുറത്ത് പാടാൻ തോന്നിയതിന്റെ പുറത്ത് പാടി എന്ന് മാത്രം. ഹനീസ് അനി ഹരീസ് അതി. അപ്പൊ ഏതായാലും പടം പൊളിക്കട്ടെ. പാട്ട് എന്തായാലും പൊളിച്ചു. ഞാൻ ആലോചിച്ച് നോക്കായിരുന്നു, ഈ സാധനം, ഈ പാട്ട് ഇത് നമുക്ക് ഫോണിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഹൈ വോളിയത്തിലിരുന്ന് കേട്ടിട്ട് തന്നെ ഈ ഒരു കിക്കാണ് ആക്ച്വലി കിട്ടുന്നത്. അപ്പൊ ഇത് തിയേറ്ററിൽ ഇരുന്നിട്ട് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് ആ ഒരു ക്രൗഡിന്റെ ഇടയിൽ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് കിട്ടുന്ന ഗൂസ് ബംസ് അത് എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഏതായാലും വരട്ടെ, പടം വരട്ടെ, പൊളിക്കട്ടെ, ഉഷാറാവട്ടെ, തകർക്കട്ടെ, അത്രേ പറയാനുള്ളൂ. ഞാൻ വീണ്ടും കൂടുതൽ പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല. നാളെ എന്തായാലും ട്രെയിലർ വരാനുണ്ട്. ട്രെയിലർ വന്നതിന് ശേഷം ബുക്കിങ്ങും പട്ടാന്ന് പറഞ്ഞിട്ട് കയറട്ടെ. ട്രെയിലറും ഗംഭീരമാവട്ടെ, പടവും ഗംഭീരമാവട്ടെ. ദാറ്റ്സ് ഇറ്റ്. തലപതി വിജയ്. ഓൾ ദി ബെസ്റ്റ്.